നമസ്കാരം. പേരെങ്ങനെയാ? ഗോപകുമാർ. വീട് എവിടെയാ? ഇവിടെ വാഗേരി. സുൽത്താൻ ബത്തേരി അടുത്തല്ലേ? എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിട്ടായിരുന്നു ഗോപകുമാർ വന്നേ? എനിക്ക് കഫ് ഇൻഫെക്ഷൻ ആയിരുന്നു, അലർജിക് ബേസ്ഡ് ആയിരുന്നു കൂടുതലായിട്ട്. ഇച്ചിങ് ഒക്കെ ആയിരുന്നു, ഭയങ്കര ചൊറിച്ചില്, മൂക്കടപ്പ്, തുമ്മൽ അല്ലേ? അതെ അതെ അതെ. ചുമ, കഫക്കെട്ട്, സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ മറ്റേ ലങ്സിന്റെ ചുമയായിരുന്നു. ഈ മീനൊക്കെ കഴിച്ചെന്നാൽ മോതിരമൊക്കെ ഇറുകിപ്പോകുന്ന പോലെ ഇങ്ങനെ ചൊറിഞ്ഞു തടിക്കും അല്ലേ? നീര് വെച്ച് ശരീരമാകെ നീർക്കെട്ടായിരുന്നു അല്ലേ? അത് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഫുഡ് അലർജിയുടെ ഇതൊരു പ്രശ്നം മാത്രമല്ല, ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മാത്രം. അത് നമുക്കറിയില്ല ഏത് സാഹചര്യമാണ്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് എന്നിട്ട് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഒഴിവാക്കി ശരീരം പൂർണ്ണമായിട്ട് ആ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഒരുപാട് നന്നായിട്ട് മാറി. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ എടുക്കുകയും ചെയ്തു അല്ലേ? ഇപ്പോൾ 6 മാസം ആകാൻ പോകുന്നു. ഫസ്റ്റ് ഡോസ് അല്ലേ? ഇപ്പോൾ എത്ര ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട്? ഓൾമോസ്റ്റ് ഒരു 70% മാറിയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ ബൂസ്റ്റർ ഡോസും കൂടി എടുക്കണം. അതായത് ഇതിൻ്റെ ഡോസ് കൂട്ടിയുള്ള തുള്ളിമരുന്ന് നമ്മൾ 1 വർഷത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തുള്ളിമരുന്നായിട്ട് നാവിനടിയിൽ ഇറ്റിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തന്നെ പ്രതിരോധ ശക്തിയെ ഉപയോഗപ്പെടുത്തി അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്യുകയാണ്. ഇതിൽ കെമിക്കൽസോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത്, നാച്ചുറലായിട്ടുള്ള ആൻറ്റിജൻ എക്സ്ട്രാക്റ്റാണ്. ഇത് എളുപ്പമല്ലായിരുന്നു എടുക്കാനായിട്ടും, വേറെ സൈഡ് ഇഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ അലർജി മാറുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റുമായിരുന്നു അല്ലേ? നന്നായിട്ട് അറിയാം. അതിൻ്റെ ഇഞ്ചക്ഷനും എടുത്തിരുന്നല്ലോ, ഫ്ലൂ വാക്സിനും അങ്ങനെയല്ലേ എടുത്തിരുന്നു. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരുപാട് വൈറൽ ടൈമിൽ സ്വാഭാവികമായിട്ട് വൈറൽ ഫീവർ പടർന്നു പിടിക്കുന്ന സമയത്ത് നമുക്കത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് വന്നങ്ങ് പോകും, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അല്ലാത്ത സമയത്താണ് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 1-2 ആഴ്ചയോളം നമുക്ക് മരുന്ന് കഴിച്ചാലും പിന്നെ മാറാതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം മാറി പെട്ടെന്ന് പോകും, നമുക്ക് പെട്ടെന്ന് കയറി പിടിക്കുകയും ചെയ്യും. അത് പിടിച്ചു കഴിഞ്ഞാൽ മാറാതെ ഇരിക്കും അല്ലേ? പക്ഷെ ഇപ്പം അത് ഇല്ല. അത് ഇതെടുത്തേരെ കുറേ എന്താ പറയുക, അത് വരും, ജസ്റ്റ് ഒന്ന് വരും, ആ വന്ന ആ ഒരു സിമ്പിളായിട്ട് അങ്ങ് പോകും. അത് തന്നെ. ഗോപകുമാറിൻ്റെ ഫോൺ നമ്പറും കൂടി ഒന്ന് പറയാമോ? 9526282020. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലേ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിന് വിരോധമില്ലല്ലോ. അപ്പോൾ അലർജി ടെസ്റ്റിനെ പറ്റിയും ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റിയും അറിയാനായിട്ട് എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു കാര്യം പങ്കുവയ്ക്കാനായിട്ട് കാണിച്ച മനസ്സിനും. കാരണം ഒത്തിരി പേർക്ക് ഇതുപോലെ ഈ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മൂക്കടപ്പ്, തുമ്മൽ, സൈനസൈറ്റിസ്, ഫുഡിൻ്റെ പ്രശ്നം കൊണ്ട് ഗ്യാസ്ട്രിക് ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാകും. ഇതെല്ലാം മാറ്റാനായിട്ട് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അത് അലോപ്പതിയുടെ തന്നെ ഏറ്റവും പുതിയ ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. എന്തായാലും ഗോപകുമാറിൻ്റെ എക്സ്പീരിയൻസും ഒത്തിരി പേർക്ക് ഒരു സഹായമാവട്ടെ. അപ്പോൾ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു.